ജയിൽ മോചനായതിനു ശേഷം അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം അത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 7:35 കൂടി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് അല്പസമയം മുമ്പ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അബ്ദുൾ റഹീം കേരളത്തിലേക്ക് എത്തുന്നത്. രാവിലെ 7:35 കരിപ്പൂരിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് വരുന്നത്. 2006 നവംബർ 28 അത് ഈ ഡ്രൈവർ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു റിയാദിൽ എത്തുന്നത്. അപ്പോൾ ഡിസംബർ 24 സൗദി പൗരന്റെ ഭിന്നശേഷിക്കാരനായ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ അടയ്ക്കപ്പെട്ടത്. കേസിൽ വധശിക്ഷ വിധിച്ച് 18 വർഷം പിന്നിട്ടപ്പോഴാണ് 34 കോടി രൂപ ദയാധനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയത്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ജൂലൈ 2 റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയത്. ഇപ്പോൾ ദിവസങ്ങൾക്കകം ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിൽ നിന്ന് 48 കോടി രൂപ റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ചിരുന്നു. ഇതിൽ 34 കോടി രൂപ മരണപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിനും 1.5 കോടി രൂപ സൗദിയിൽ അഭിഭാഷകനും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബം മാപ്പ് നൽകിയതിനു ശേഷമാണ് ജയിൽ മോചനത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. അങ്ങനെ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ജയിൽ മോചിതനാകുന്നത്. പക്ഷെ അതിനുശേഷം എപ്പോഴായിരിക്കും നാട്ടിലേക്ക് എത്തുക തുടങ്ങിയ കാര്യത്തിൽ മാത്രമേ ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. ആ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കാത്തിരുന്ന ഒരു വാർത്ത മുന്നിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം മുന്നിലേക്ക് വരുന്നുണ്ട്. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അബ്ദുൾ റഹീം ജയിൽ മോചിതനായി നാട്ടിലേക്ക് തിരികെ എത്തുന്നത്. സൗദി സമയം രാത്രി 11:55 റിയാദിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിലാണ്, കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് രാവിലെ 7:35 കരിപ്പൂരിൽ വിമാനം ഇറങ്ങുന്നത്. അപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ റഹീമിനെ എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തം നാടായ കോടാമ്പുഴയിലേക്ക് ആ വീട്ടിലേക്ക് നാളെ എത്തും അബ്ദുൾ റഹീം എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിട്ട് വരുന്നത്. അപ്പോൾ രാവിലെ 7:35 എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ്. കാരണം അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് സ്വരൂപിച്ച ആ പണം അത് ആ കുടുംബത്തിന് നൽകി, അവർ മാപ്പ് നൽകി. അതിനുശേഷമാണ് ഇപ്പോൾ അബ്ദുൾ റഹീം സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തുന്നത്.